FIR ഇട്ടു, കേസെടുത്തു, CI വിളിച്ച് പറഞ്ഞു, പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഹായ്, ഫേസ്ലെസ് ആണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ ചെകുത്താൻ്റെ വീഡിയോ കണ്ടു. അതായത് ചെകുത്താൻ ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ കണ്ടു. അദ്ദേഹത്തെ ചെകുത്താൻ എന്ന് വിളിക്കാൻ പറ്റില്ല, അജു അലക്സ് എന്ന് തന്നെ വിളിക്കണം. കാരണം അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി ഇത്രയും പെട്ടെന്ന് ഇത്ര ശുദ്ധി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാനെന്നല്ല, നമ്മൾ മലയാളികൾ ആരും ഓർത്തിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ ബൈറ്റ്സിൽ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പറഞ്ഞാൽ പോരായിരുന്നു. എന്തിനായിരുന്നു അങ്ങനെ ഒരു ഭാഷാശൈലി ഉപയോഗിച്ചത്? അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ആരെയും എന്തും പറയാമെന്ന തരത്തിലാകരുത്. പ്രതിപക്ഷ ബഹുമാനം കൊടുത്തു വേണം നിലപാടുകളെ വിമർശിക്കാൻ. ചെകുത്താൻ പറയുന്നതിൻ്റെ 10 ഇരട്ടി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും, ചെകുത്താൻ്റെ ആദ്യം തൊട്ടുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ഇപ്രാവശ്യം പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ സംസാരിക്കേണ്ട കാര്യമാണ്. എങ്കിലും അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് മോഹൻലാലിനെയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ, ഇങ്ങനൊരു അവസ്ഥയിൽ ഇങ്ങനത്തെ കമന്റുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാഷയിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. പൊതുജന അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ മ്ലേച്ഛമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ആൾക്കാരെ കണ്ടെത്തി, അതായത് ടാർഗറ്റ് ചെയ്തിട്ട് വിമർശിക്കുന്നത്. ആക്ച്വലി അങ്ങനെ പൊതുജനത്തിനൊരു അഭിപ്രായമില്ല. തെറിവിളി കേൾക്കാനും ചീത്തവിളി കേൾക്കാനും ഒന്നും അല്ല ആക്ച്വലി യൂട്യൂബ് ചാനലുകൾ നമ്മൾ തുറക്കുന്നത്. വ്യക്തമായ കാര്യം ഞാൻ ഇപ്പോഴും പറയാണ്, ചെകുത്താനെ ശരിക്കും നാടിന് ആവശ്യമുള്ള ഒരാൾ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ബ്രെയിൻനെസ്, അദ്ദേഹം ഭയമില്ലാതെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഒരു പരിധി വരെ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ അദ്ദേഹത്തിന്റെ നാവ് ഉപയോഗിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് പ്രോബ്ലമാറ്റിക് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിനെതിരെ ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഇപ്പോൾ ആർമിയുടെ വകയായിട്ടും ഒക്കെ കേസ് വന്നു എന്നാണ് കേൾക്കുന്നത്. ഇതുപോലെ ആർമിയുടെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ബാൻ ചെയ്യുവോ അല്ലെങ്കിൽ അദ്ദേഹം ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് വരികയൊക്കെ ചെയ്യുമായിരിക്കും. പിന്നെ നഷ്ടപരിഹാരം എന്തൊക്കെയോ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ പറയുന്ന അദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആളാണെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കൂടാതെ അദ്ദേഹത്തിന് സൈക്കാട്രിക് ഇഷ്യൂസും ഉള്ള ആളായിരിക്കും. അതിനുവേണ്ടിയും മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ള ആളായിരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ബോധത്തോടെ സംസാരിക്കുമ്പോഴും എവിടെ എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും അറിയാൻ മേലാതെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ള ആളായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊരു രക്ഷപ്പെടാനൊരു കാരണമായിരിക്കാം ഈ കേസിൽ നിന്നൊക്കെ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ആങ്സൈറ്റി ബിൽഡ് ആകുന്നു എന്നൊക്കെ ഒരു ബൈറ്റിൽ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിനും അത് അറിയാമെന്ന് തോന്നുന്നു. ഇതുപോലെ സൈക്കാട്രിക് ഇഷ്യൂവിൻ്റെ പേരിലാണെങ്കിൽ ഒഴിവായി കിട്ടും കേസിൽ നിന്ന്. ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന് ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പം സഭ്യമായ രീതിയിൽ പറയേണ്ടി വരും. ഇനിയും വീഡിയോ ചെയ്യാൻ അദ്ദേഹത്തിന് അനുവാദം കിട്ടിയാലും അത് സഭ്യമായ രീതിയിൽ പറയേണ്ടി വരും. കാരണം അഭിപ്രായം നല്ലതാണ്, ബ്രേവ്നെസ് നല്ലതാണ്. പക്ഷെ വേറൊരാളെ അധിക്ഷേപിച്ചുകൊണ്ടോ അവഹേളിച്ചുകൊണ്ടോ ആവരുത്. അതിവിടെ പല യൂട്യൂബ് ചാനലുകാർക്കും അത് ബാധകമാണ്. ഇതൊരു പാഠമായിരിക്കട്ടെ എല്ലാവർക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ അജു അലക്സിനെ കാണുമ്പോൾ വിഷമം വരുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എത്ര നല്ല സംസാരം, എത്ര ശുദ്ധത ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. കീപ് ഇറ്റ് അപ്പ്. വീണ്ടും പറയാണ്, നിങ്ങളെ കേരളത്തിന് ആവശ്യമാണ്. ഇത് ഇപ്പോൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.